നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ഞാനും ജാവേദ ടീച്ചറും ഒന്നിച്ചിരുന്നിട്ട് ലൈവ് ചെയ്തിട്ട് ഒരുപാട് നാളായിട്ടുണ്ട്. കുറച്ച് സാങ്കേതിക വിഷയങ്ങളും കേസും കൂട്ടും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ മാറി നിൽക്കുമായിരുന്നു. പക്ഷെ ഇന്ന് പത്രത്തിൽ മാറി നിൽക്കാൻ പറ്റാത്തൊരു അതിദയനീയമായിട്ടുള്ള ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഈ ഒരു ലൈവുമായിട്ട് നിങ്ങൾക്ക് മുൻപിലേക്ക് വന്നത്. ഞാൻ കൂടുതൽ പറയുന്നില്ല. എനിക്ക് നേരിട്ട് അറിയുന്ന ഒരു പെൺകുട്ടിയുടെ വിഷയമാണ്. ടീച്ചർ അത് കൂടുതൽ നിങ്ങളോട് വിശദീകരിക്കും. ടീച്ചറെ അതൊന്ന് വിശദീകരിക്കും ടീച്ചറെ. എനിക്ക് ഏതാണ്ട് കക്ഷിയെ ഒരു വർഷമായിട്ട് അറിയാം. ജോലിയൊന്നും ചെയ്യാൻ ഒരു മടിയുമുള്ള പ്രകൃതക്കാരിയല്ല. നമ്മളുമായിട്ട് വളരെ അടുത്തിടപഴകുന്ന എല്ലാവരും എന്നെ ടീച്ചറെ എന്ന് വിളിക്കുമ്പോൾ ഈ കക്ഷി എന്നെ ചേച്ചി എന്നാ വിളിക്കുന്നത്. അപ്പൊ എന്നോട് എപ്പോഴും പറയും എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, സഹോദരങ്ങൾ ആരുമില്ല. അതുകൊണ്ട് ചേച്ചി എന്റെ ഒരു അമ്മയ്ക്ക് ജനിക്കാത്ത ഒരു സിസ്റ്റർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ എനിക്ക് എന്ത് രൂപത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആള് ഓടി വരും, വേണ്ടതെല്ലാം ചെയ്യും. നല്ല ആത്മാർത്ഥതയുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ വന്ന് ഏതാണ്ട് ഇപ്പൊ ഒരു 1.5 വർഷത്തോളമായിട്ട് എന്റെ കൂടെയുണ്ട് ആള്. അപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഏതാണ്ട് 1.5-2 മാസത്തിന് മുമ്പ് എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്കൊരു ട്യൂമർ ഉണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു, ചേച്ചി എനിക്ക് ഇന്നും നാളെയും ഒന്ന് ലീവ് തരണം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, നീ ഈ വിവരം ഒന്നും പറഞ്ഞില്ലല്ലോ? പറഞ്ഞാലും എന്ത് ചെയ്യാനാ ചേച്ചി, എനിക്കത് പറയുമ്പോൾ തന്നെ എനിക്ക് വിഷമം ഉണ്ടാകും, വേദന ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ പറയാത്തതാണെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് 3 മക്കളാണുള്ളത്. ഈ കുഞ്ഞുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്റെ വീട്ടിൽ വരും. അപ്പൊ നമ്മുടെ വീട്ടിൽ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് ഈ കുഞ്ഞുങ്ങൾ അവിടെ ഭക്ഷണമൊന്നുമില്ല. അപ്പൊ ഞാൻ പറയും, മക്കളോട് ഇങ്ങോട്ട് വരാൻ പറ, നമ്മൾ ഒരുമിച്ച് കഴിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് ഉള്ളതിൽ ഒരു വിഹിതം കൊടുക്കും. എന്നാലും അവള് 4 ദിവസം വന്ന് അവളും മക്കളും ഭക്ഷണം കഴിച്ചാൽ ഒരു ദിവസം അവള് ഞങ്ങളെ അങ്ങോട്ട് വിളിക്കും. എന്നിട്ട് വിഷുവിനൊക്കെ ഞങ്ങൾക്ക് പറ്റുന്നത് പോലെയൊക്കെ സദ്യയൊക്കെ തന്ന് അങ്ങനെ പോകുന്ന ആളാ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ അവർക്ക് ട്യൂമർ ആണ് എന്ന് കേട്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. അപ്പൊ എന്നോട് പറഞ്ഞു, ചേച്ചി നട്ടെല്ലിന് ഇങ്ങനെ ഒരു സാക്രത്തിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ഒരു മുഴയായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ അത് 3 എണ്ണമായി എന്ന് പറഞ്ഞു. അതിങ്ങനെ ബഡ്ജ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഭാരമുള്ള ഒരു സാധനം, അതായത് ഒരു കപ്പ് വെള്ളമെങ്കിലും പൊക്കുമ്പോൾ എനിക്ക് ഷോൾഡർ ഭയങ്കര പെയിനാ. അതുകൊണ്ട് ഞാൻ പോയി, പിന്നെ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റിന്. അപ്പം MMCയിലാണ് പോയത്, മലബാർ മെഡിക്കൽ കോളേജ്. അപ്പൊ അവിടെ പോയി, അവിടെ ആകുമ്പോൾ കുറച്ച് പൈസ റിഡക്ഷൻ ഉണ്ടാവും. MRIക്ക് ഡേറ്റ് ഇല്ല. അങ്ങനെ അവര് ഷോൾഡറിലേക്കൊക്കെ ഭയങ്കര പെയിൻ വരുന്നു. അപ്പൊ ചില ദിവസങ്ങളിലൊക്കെ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോ ആള് ഭയങ്കരമായിട്ട് വാവിട്ട് നിലവിളിക്കുക. ഞാൻ അങ്ങനെ ഒരുപാട് പണിയൊന്നും എടുപ്പിക്കാറില്ല. എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ തന്നെ ചെയ്യും. അപ്പോഴും എന്നോട് പറയും, ചേച്ചി പോയി വീഡിയോ ചെയ്തോ, ഞാൻ ചെയ്തോളാം, കുഴപ്പമില്ല, ഒരല്പം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയും. അങ്ങനെ ഒരു ദിവസം ഞാൻ പുറത്തു പോയിട്ട് വരുമ്പോ ഈ സ്ത്രീയുടെ മോള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. നല്ല നാടോടി നൃത്തവും മോഹിനിയാട്ടവും ഒക്കെ, നല്ല കലാപരമായിട്ട് കായികമായിട്ട് ഓട്ടക്കാരിയാണ്, എല്ലാ കഴിവുമുണ്ട്. അതുപോലെ നല്ല പഠനത്തിലും മികച്ച കുട്ടിയാണ്. ഇപ്പൊ PCC ഒക്കെ നേടിയ കുട്ടിയാണ്. അപ്പോ അങ്ങനത്തെ ഒരു കുട്ടി, ആ കുട്ടി നിന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ തുണി മടക്കുന്നു. അപ്പോ ഞാൻ ഇവളോട് ചോദിച്ചു, നീ എന്തിനാ കുഞ്ഞിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്? ചേച്ചി എനിക്ക് ഷോൾഡർ ഭയങ്കര വേദനയാണ്, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഉറങ്ങിയിട്ട് ഒരു 5-6 ദിവസമായി, എനിക്ക് തീരെ പറ്റുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ഞാൻ കുറച്ച് പൈസ സഹായിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു, പോയെന്ന ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ചെയ്. അപ്പൊ പോയി കിടന്നപ്പോഴാണ് മൊത്തം 12,000 രൂപയാകും സ്കാനിങ്ങിന്. അപ്പൊ ആ MRI ചെയ്യുന്നിടത്ത് നിന്ന് ആ സ്ത്രീ പറയാണ്, എന്റെ കഴുത്തിന്റെ അടുത്തത് മാത്രം ചെയ്താൽ മതി, നട്ടെല്ലിൻ്റെത് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് പകുതി പൈസയും കൊടുത്തിട്ട് ആ MRI ടേബിളിൽ നിന്നും ആൾ ഇറങ്ങി വരികയാണ്. ഇറങ്ങി നേരെ വരുന്നത് വീട്ടിലേക്ക് തന്നെ, എന്റെ വീട്ടിലേക്കാണ് വന്നത്. അപ്പൊ വന്നിട്ട് എന്നോട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ചേച്ചി ഇത്രയും നാളത്തെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആധാരം പണയം വെച്ചിരിക്കുകയാണ്. അപ്പൊ അമ്മയ്ക്ക് കിട്ടിയതാണ്, അമ്മയുടെ വീടും സ്ഥലവുമാണ്, എനിക്ക് കിട്ടിയതല്ല, പഞ്ചായത്തുകാർ വെച്ച് തന്ന വീടാണ്. അപ്പൊ വീടിനാണെങ്കിൽ മേൽക്കൂരയും ഒന്നുമില്ലാത്ത ഒരു വീടാണ്. 3 മക്കളുണ്ട്. മൂത്ത ആള് ഇപ്പൊ +2 കഴിഞ്ഞിട്ട് നീറ്റ് പ്രിപ്പയർ ചെയ്യാണ്. നല്ല മാർക്ക് വാങ്ങി ജയിച്ച കുട്ടിയാണ്. ആ കുട്ടിക്ക് BSc നഴ്സിംഗോ എന്തെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. 2ാമത്തെ കുട്ടി 7ാം ക്ലാസ് ആണ്. 3ാമത്തെ കുഞ്ഞിന് 2 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഭർത്താവും ജയിലിൽ കിടന്നിട്ട് ആള് മരിച്ചതാണ്. അപ്പൊ ആരോരുമില്ല സഹായിക്കാൻ. അപ്പം എന്നോട് വന്നിങ്ങനെ ഇരുന്ന് കരയുവാണ്, ചേച്ചി ഞാൻ വീണുപോയാല് എന്റെ 3 മക്കളെ ചേച്ചി നോക്കുവോ, ചേച്ചിയുടെ മക്കളുടെ കൂടെ നിർത്തുവോ? അപ്പോ നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരു വാർത്തയാണല്ലോ ഈ കാണുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു, നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു നല്ലത് വരും. അപ്പോഴാണ് എന്നോട് ചോദിച്ചത്, ചേച്ചിയുടെ പിന്നെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും വിചാരിച്ചാല് എന്തെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ ചേച്ചി? കാരണം ആധാരം പണയം വെച്ചു, അതേതാണ്ട് 2-3 ലക്ഷം രൂപയിലേക്കായിട്ടുണ്ട്. എന്റെ അവസ്ഥ കണ്ടിട്ട് പിന്നെ 2 വർഷമായിട്ട് അവരെ ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുവാണ്. അപ്പൊ അദാലത്തിന് വിളിച്ചാൽ പോലും എടുക്കാൻ എനിക്ക് പറ്റില്ല. ഈ കുട്ടികള് ശരിക്കും പറഞ്ഞാല് മിക്ക ദിവസവും റേഷനരി മാത്രം കഞ്ഞി വെച്ച് കുടിക്കുക. വീട്ടിൽ നിന്ന് കുറേശ്ശെ അച്ചാർ എടുത്തുകൊണ്ട് പോകുന്ന കാണാം. അപ്പോ കുട്ടികൾ ഈ അച്ചാറും കൂട്ടിയാണ്
കഴിക്കുന്നത്. അപ്പൊ ഉച്ചയ്ക്ക് ഞങ്ങൾ എല്ലാരും കൂടെ ഇരുന്ന് കഴിക്കുമ്പോ, കക്ഷി ഇരുന്ന് കഴിക്കുമ്പോ ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന കാണാം. അപ്പോ ഇക്ക പറയും, വീട്ടില് കുഞ്ഞുങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും, എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് കറിയോ എന്തെങ്കിലും അവരോട് എടുത്തുകൊണ്ട് പോയിക്കോളാം. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും, നമ്മൾ എത്ര കൊടുത്താലും അവർക്ക് ഇത്രയെന്നുണ്ടല്ലോ. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. മിനിഞ്ഞാന്ന് കുറച്ച് സാമ്പാർ വെച്ചു. അപ്പൊ ഈ സാമ്പാർ കൊണ്ടുപോയപ്പോ ഈ കുട്ടി കാത്തു നിപ്പുണ്ട്, ആര് +2കാരൻ. അപ്പൊ അവൻ അങ്ങനെ അമ്മയെ നോക്കിയപ്പോ അപ്പൊ അവളെ വിളിച്ചു പറഞ്ഞു സാമ്പാർ ഉണ്ട്. അപ്പൊ ഈ കുട്ടി ചെരുപ്പ് പോലും ഇല്ലാതെ ഓടി വരികയാണ് ഈ സാമ്പാർ കൊണ്ടുപോയിട്ട് ചോറ് തിന്നാൻ വേണ്ടി. അപ്പോ നമുക്ക് എല്ലാം ഉള്ളത് കൊണ്ട്, നമ്മള് വയറ് നിറയെ ഭക്ഷണം കഴിച്ച് സമൃദ്ധിയായിട്ട് കിടന്ന് ഉറങ്ങുന്നത് കൊണ്ട് നമുക്ക് ആ വേദന ഒരുപക്ഷെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഈ കാലത്തും ഭക്ഷണമില്ലാതെ വേദനിക്കുന്ന, മാതാപിതാക്കളില്ലാതെ വേദനിക്കുന്ന, ഒരു ഗുളിക വാങ്ങി കഴിച്ചാൽ ഒരു പക്ഷേ ആ രോഗത്തിന് ഒരു ആശ്വാസം ഉണ്ടാകും. അങ്ങനെ പോലും നിവൃത്തിയില്ലാത്ത ഈ കാലഘട്ടത്തിലും ജീവിക്കുന്ന ഒരു സ്ത്രീയെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പൊ ഇത്രയും ഇവരുടെ വേദന കണ്ട് ഇവര് ദിവസവും കരയുവാണ്. അപ്പം ചില ദിവസങ്ങളിൽ ഞാൻ അങ്ങോട്ട് ലീവ് കൊടുക്കും, വരണ്ടാന്ന് പറയും. ഇന്നിപ്പോ ഞാൻ കുറച്ച് പഠന സഹായം കുറച്ച് കുട്ടികൾക്ക് നൽകുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ബുക്കുകളും പുസ്തകങ്ങളും ബാഗുകളും ഒക്കെ ആയിട്ട് ഞാൻ അവൾക്ക് കൊടുത്തിട്ട് മോൾക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോ ആള് ഇരുന്ന് കരയുക. അപ്പം ബൈജുവിനെയും കൂടി അറിയുന്നത് കൊണ്ട് എന്നോട് ചോദിച്ച, ചേച്ചി എന്റെ കാര്യം ബൈജു ചേട്ടനോട് പറഞ്ഞിരുന്നു? അപ്പൊ ഞാൻ പറഞ്ഞു, അവൻ ചിലപ്പോൾ വിളിക്കുമായിരിക്കും, ഞാൻ അവന് നമ്പർ കൊടുത്തിട്ടുണ്ട്, നോക്കട്ടെ. ഞങ്ങൾ അങ്ങനെ ചാരിറ്റി വീഡിയോ ചെയ്യില്ല, ഞങ്ങൾ 2 വർഷത്തോളമായിട്ട് ഒരുമിച്ചിരുന്ന് ഒരു ജോയിന്റ് ലൈവ് ചെയ്തിട്ട് അപ്പൊ ചെറിയ 1-2 പ്രശ്നങ്ങളും സാങ്കേതിക തകരാറും ഒക്കെ വന്നുകൊണ്ട് ഞങ്ങൾ ചെയ്യാറില്ല എന്ന് പറയും. അങ്ങനെയാണ് ഇന്ന് കൊച്ചു വെളുപ്പാങ്കാലത്ത് ഞാൻ ബൈജുവിനെ വിളിച്ചുണർത്തിയിട്ട് ഈ വിഷയം പറയുന്നത്. ഇന്ന് തന്നെ എന്തെങ്കിലും ഇവർക്കൊരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കണം. തന്നെയുമല്ല, ഇവർക്ക് ഇനിയിപ്പോ എന്തെങ്കിലും സംഭവിച്ചു എന്നിരിക്കട്ടെ, നമ്മളൊക്കെ നാളെ ആ കണ്ണീരൊപ്പാനുണ്ടാവും. ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ എന്തെങ്കിലും ഒരു സഹായം എത്തിക്കേണ്ടത്. ആ കുട്ടികൾക്ക് പഠിക്കണം, അവർക്ക് ഒന്ന് കേറി കിടക്കാൻ പറ്റണം, മേൽക്കൂരയുള്ള ഒരു വീട് വേണം, അവർക്ക് നല്ല പഠിക്കുന്ന മക്കളാണ്, അവർക്ക് പഠിക്കാൻ ഒരു സഹായം വേണം, ഇവർക്ക് ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതിനൊക്കെ ഉപരിയായിട്ട് ബാങ്കിലിരിക്കുന്ന ഈ കുടിലിന്റെ ആധാരം തിരിച്ചെടുക്കാൻ പറ്റണം. അവര് നല്ല അധ്വാനിക്കാൻ തയ്യാറാണ്. ഇപ്പൊ അവര് അവിടെ നമ്മുടെ അടുത്തുള്ള ഒരു സ്കൂളുണ്ട്, ആ സ്കൂളിലെ അധ്യാപകരുടെ ഒക്കെ വീടുകൾ ക്ലീൻ ചെയ്യാൻ പോകും, ആ സ്കൂളൊക്കെ ക്ലീൻ ചെയ്യാൻ പോകും. അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയാണ്. ഇവരെ മുമ്പ് ഹോസ്പിറ്റലിൽ അസിസ്റ്റന്റ് സ്റ്റാഫായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്, അംഗൻവാടികളിൽ അധ്യാപികയായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള പെണ്ണാ. പക്ഷെ ഈ മക്കൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ജോലിയും ചെയ്യാൻ സന്നദ്ധയാണ്. അപ്പൊ ഞാൻ പിന്നീട് ഇതിന് അങ്ങനെ മനസ്സിലാക്കി, ഒരു സ്ത്രീ ഈ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് എത്ര കണ്ട് വേദന സഹിക്കുന്നുണ്ട്. അപ്പോ വാവിട്ട് കരഞ്ഞിട്ട് എന്നോട് പറയാ, ചേച്ചി ഞാൻ ഉറങ്ങിയിട്ട് ഒരുപാട് ദിവസമായി, കിടക്കാൻ പറ്റുന്നില്ല, മലർന്ന് കിടക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ബഡ്ജായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഇങ്ങനെ 3 മുഴകളാണ് അത്ര ഇപ്പൊ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം സാക്രം എന്ന് പറയുന്ന ഭാഗത്താണ് ഉണ്ടായിരുന്നത്, നട്ടലിനോട് ചേർന്നിട്ടാണെന്ന് തോന്നുന്നു. അപ്പൊ അതങ്ങനെ ബഡ്ജ് ചെയ്ത് ഇരിക്കും തോറും വലിയ വേദനയാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇത് ഇങ്ങനെ പോയാല് സ്ട്രോക്ക് വരും, ഒരു സൈഡ് മുഴുവനും സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോ സർജറി ആണെങ്കിൽ 2 ചെയ്യേണ്ടി വരും. കാരണം താഴെയുള്ള ബഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴയും അതുപോലെ ഈ കഴുത്തിന്റെ അവിടെ ഇപ്പൊ 1 ഇപ്പൊ 3 അപ്പൊ ഷോൾഡറിലേക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള വേദനയുണ്ട്. അപ്പൊ കഴുത്ത് നൂക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ കഴുത്ത് ഇങ്ങനെ കുനിക്കാൻ പാടില്ല, കുനിച്ചു കഴിഞ്ഞാല് ഇവർക്ക് കഴുത്ത് പിന്നീട് നൂരത്തില്ല എന്നാ പറഞ്ഞു. അപ്പൊ ഇവിടെ ഭാരം കൂടുതലായതുകൊണ്ട് ഇവിടത്തെ ഞരമ്പുകൾ വളഞ്ഞിട്ടുണ്ട്, അപ്പൊ ഇവിടെ നീരും വന്നിട്ടുണ്ട്. അപ്പൊ തലയ്ക്ക് നല്ല ഭാരമുള്ളത് കൊണ്ട് ഇപ്പം 3 മിനിറ്റ് അവർ കുനിഞ്ഞിരുന്നാല് 3 മിനിറ്റ് നൂന്നും ഇരിക്കണം. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറെ അവരെ വേദനിപ്പിക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ബാങ്കുകാർ വന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ തെരുവിലേക്ക് ഇറക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എന്റെ മാന്യ പ്രേക്ഷകർക്ക്, അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. 3 കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ ചിറകിന് ബലം വെപ്പിക്കാൻ, അതിനൊന്ന് പറക്കമുറ്റുന്ന രൂപത്തിലേക്ക് ആക്കിയെടുക്കാൻ നമ്മൾ എല്ലാവരും ഒത്തുപിടിച്ചാൽ പറ്റും. കാരണം ഇപ്പൊ എനിക്ക് 6,46,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ബൈജുവിനും ഏതാണ്ട് അതുപോലെയുണ്ട്. അപ്പൊ എല്ലാവരും 100 രൂപ വീതം ഇട്ടാൽ പോലും, നമ്മൾ അങ്ങനെ ഒരു ചാലഞ്ച് ഏറ്റെടുത്താൽ പോലും, 1,00,000 ആളുകൾ 100 രൂപ വീതം ഇട്ടാൽ പോലും നമുക്ക് എങ്ങും തട്ടാൻ പോകുന്നില്ല. നമ്മൾ ദിവസവും എത്രയോ വസ്ത്രങ്ങൾ വാങ്ങുന്നു, എത്രയോ ഭക്ഷണം, എത്രയോ നമ്മൾ ധൂർത്തടിച്ച് കളയുന്നു, ഹോട്ടലുകളിലും മറ്റുമൊക്കെ ആയിട്ട് പെട്രോൾ അടിച്ച് എത്ര ചെലവാക്കുന്നു. അപ്പൊ അതിന്റെ ഒരു 1000-1 പോലും ആകത്തില്ല. ഒരു ചാലഞ്ച് പോലെ എല്ലാവരും അവരാൽ കഴിയുന്ന ഒരു സഹായം സഹോദരിയെ പോലെ കണ്ട് ഒന്ന് ചെയ്യണമെന്നാണ് താഴ്മയായിട്ട് അപേക്ഷിക്കാനുള്ളത്. ആകെ 3-4 സാഹചര്യത്തിൽ മാത്രമാണ് ഞങ്ങൾ 2 പേരും ഒരുമിച്ച് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ആ 3 പേരും നല്ല രൂപത്തിൽ അവർക്ക് സഹായം കിട്ടി. ഒരാൾക്കാണെങ്കിൽ നമ്മൾ തൃശ്ശൂര് ചാവക്കാടല്ലേ ഒരു ഷെരീഫ് എന്ന് പറയുന്ന ഒരാൾക്ക് വീഡിയോ ചെയ്തത്, ആ ദയാ ഹോസ്പിറ്റലിൽ 5 ലക്ഷം രൂപ അടയ്ക്കണമായിരുന്നു. 3 ദിവസം കൊണ്ടാണ് അത്രയും എമൗണ്ട് നമ്മുടെ വിശ്വസ്തരായിട്ടുള്ള പ്രേക്ഷകർ തന്നത്. പിന്നെയാണ് മറ്റേ നമ്മുടെ ഒരു സഹോദരൻ, കയ്യങ്കാലും ഇല്ലാത്ത ഒരു സഹോദരന് വേണ്ടിയും നമ്മൾ ഇതുപോലെ തന്നെ വന്ന് യാചിച്ചു. ഒടുവിൽ അവർക്ക് ചികിത്സയും കഴിഞ്ഞ ചെറിയ രൂപത്തിൽ ഒരു കൂരയും കൂടി ഉണ്ടാക്കാനുള്ള സഹായമാണ് ആളുകളിൽ നിന്നും കിട്ടിയത്. മലയാളികൾ എപ്പോഴും മനസാക്ഷിയുള്ളവരാണ്. ഈ വിഷയത്തില് ജാതിയും മതവും സംഘടനയും എല്ലാം മറന്ന് നമ്മുടെ ഒരു സഹോദരിയാണ് എന്ന് കണ്ട് അവരെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന മാക്സിമം സഹായിച്ച് അവരെ മരണത്തിന് വിട്ടുകൊടുക്കാതെ, സ്ട്രോക്ക് ആയിട്ട് ഒരു കിടക്കയിൽ വിട്ടുകൊടുക്കാതെ ആ കുഞ്ഞുങ്ങൾ ചുറ്റുമിരുന്ന് കരയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അത്തരം ഒരു പരിതാപകരമായ സാഹചര്യത്തിലേക്ക് അവരെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കൊണ്ടുവന്ന് എത്തിക്കരുത്. അതുകൊണ്ട് കഴിയുന്ന മാക്സിമം സഹായം അവർക്ക് ചെയ്യണം. കാരണം അവര് മരിച്ചു കഴിഞ്ഞിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ നൽകുന്നത് ചിലപ്പോൾ 1000 രൂപയായിരിക്കും. അവര് ജീവിച്ചിരിക്കുമ്പോൾ ഒരു 100 രൂപ കൊടുത്താൽ അതായിരിക്കും ഏറ്റവും മഹനീയമായിട്ടുള്ള സേവനം. പ്രേക്ഷകരെ, ജാമിദ ടീച്ചർ ആ കുട്ടിയുടെ വീട്ടിലേക്ക് നേരിട്ട് പോയിട്ട് എടുത്ത വീഡിയോയുടെ കുറച്ച് ദൃശ്യങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ വെക്കുകയാണ്. നമുക്ക് ഏതൊരാൾക്കും ആത്മാഭിമാനം തന്നെയാണ് വലുത്. അതുകൊണ്ട് തന്നെ നാളെ ആ കുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരു അപമാനം വരാത്ത രീതിയിൽ തന്നെ ആ കുട്ടിയുടെ മുഖം തിരിച്ചുകൊണ്ടാണ് നമ്മൾ അവരുടെ വീഡിയോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് അത് മനസ്സിലാക്കും എന്നുള്ളത് കൊണ്ട് ഒന്ന് പറയുകയാണെന്ന് മാത്രം. എന്തായാലും ആ വീഡിയോയുടെ ആ ശകലം കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കണ്ടിട്ട് വരാം. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ആളുകളോട്? എനിക്കിപ്പോൾ ഈ അസുഖം വന്നതുകൊണ്ട് അധികം പണിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. ഇതിപ്പം സാക്രത്തിൻ്റെ ഉള്ളിലാണ് ഈ ട്യൂമറുള്ളത്. ഇത് സാക്രം പൊട്ടിച്ചിട്ട് വേണം സർജറി ചെയ്യാൻ. സർജറി ചെയ്താൽ തന്നെ നമ്മൾ എണീറ്റ് നടക്കുന്നതിന് ഒരു 50-50 ചാൻസേ പറയുന്നുള്ളൂ. സർജറി കഴിഞ്ഞാൽ തന്നെ ഫിസിയോതെറാപ്പിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നേരെ എണീറ്റ് നടക്കാൻ പറ്റുള്ളൂ. സർജറിക്ക് തന്നെ 3 ലക്ഷത്തിൻ്റെ അടുത്ത് പൈസ വരും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഫിസിയോതെറാപ്പിയും അതിൻ്റെ ബാക്കിയുള്ള അനുബന്ധ ചെലവുകളൊക്കെ വേറെ അധികമായിട്ട് പിന്നെയുണ്ട്. ഞാനിപ്പം വീട്ടുപണിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് ഈ 3 മക്കൾക്ക് അച്ഛനില്ല. അപ്പം മക്കളെ മൂത്ത ആള് +2 കഴിഞ്ഞതാണ്. ഇപ്പം മൂത്ത ആളെ പഠിപ്പിക്കണം, നീറ്റ് എഴുതി നിൽക്കുന്നതാണ്. രണ്ടാമത്തെ ആളുണ്ട്, ചെറിയ കുട്ടിക്ക് 2 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ജോലിക്ക് വേണേലും പോകുന്ന ആളാണ്. ഇപ്പോൾ കുറേ അംഗനവാടി ടീച്ചറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തതാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു വീട്ടുജോലിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ ഈ ജോലി പോലെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ അത് ഈ കഴുത്തിൻ്റെ നട്ടലിൻ്റെ മുകളിൽ നിന്ന് വരുന്ന പുകച്ചിലും തരിപ്പും വേദനയും, കഴുത്തിൻ്റെ തൊട്ടിട്ട് കൈ ഈ വരുന്ന പേശികൾ മൊത്തം കാലിൻ്റെ അടി വരെ നമുക്ക് വേദനയാണ്. ഈ വേദനയും സഹിച്ച് നിന്നിട്ട് വേണം ജോലി എടുക്കാൻ. ഇതിപ്പോൾ കൂടി വരുന്നത് കൊണ്ട് ആണ് നമ്മൾ ജീവിതകാലം മൊത്തം ഈ വേദന അനുഭവിച്ച് ജീവിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും സർജറി ചെയ്തിട്ട് ഇത് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് രക്ഷ ഉണ്ടാവുള്ളൂ. അപ്പം അത് ചെയ്യാനുള്ള പൈസയൊന്നും എൻ്റെ കയ്യിൽ ഇപ്പം നിലവിൽ എനിക്കില്ല. പിന്നെ കുട്ടികളെ പഠിപ്പും, ഞാൻ ഒരു ദിവസം പണിക്ക് പോയിട്ടില്ലെങ്കിൽ വീട് ചിലവൊന്നും ഒരു കാര്യങ്ങളും മുന്നോട്ട് പോവില്ല. അപ്പോൾ എൻ്റെ ഈ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു സഹായം നിങ്ങളെ ഭാഗത്തുനിന്ന് എനിക്ക് ചെയ്തു തരണം. പിന്നെ വീടിൻ്റെ അവസ്ഥയും ഇതേപോലെയൊക്കെ തന്നെയാണ്. ഉള്ള അമ്മേൻ്റെ ഒരു 2-3 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൻ്റെ ആധാരം പണയം വെച്ചിട്ടായിരുന്നു ഞാൻ ഇത്രയും ചികിത്സയും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആധാരം പണയം വെച്ചിട്ട് അത് എനിക്ക് പലിശ അടയ്ക്കാൻ പറ്റാണ്ട് അതിപ്പോൾ ഒരു 3 ലക്ഷത്തിൻ്റെ അടുത്ത് ബാധ്യതയായിട്ട് കുടിശ്ശിക കയറി ആധാരം ബാങ്കിൽ കിടക്കുക. അപ്പം ഞാൻ ഇന്നലെ അതേപോലെ തീരെ പറ്റാതെ ഇപ്പോൾ കുറേ പ്രാവശ്യം MRI ചെയ്യണം എന്ന് പറഞ്ഞു. നമ്മൾ പൈസേൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് MRI ചെയ്യാതെ ഞാനിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പം തീരെ പറ്റാതെയായി. അപ്പോൾ MRI ചെയ്യാൻ പോയപ്പം ടേബിളിൽ കിടത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ട അവസ്ഥയായി. എന്ന് വെച്ചാൽ 12,000 രൂപയാണെന്നാണ് പറഞ്ഞത്. അപ്പം അത്രയും പൈസ കൊടുത്തിട്ട് MRI ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയൊന്നും എനിക്ക് നിലവിൽ എനിക്കില്ല. നിങ്ങൾക്ക് ഏതാണ്ട് ഇവരുടെ അവസ്ഥ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ MRI ചെയ്യാൻ വേണ്ടി പോയി ടേബിളിൽ കിടക്കുന്ന സമയത്താണ് ഇവരോട് പറയുന്നത് MRI ചെയ്യണമെങ്കിൽ 12,000 രൂപ വേണമെന്ന്. അപ്പോൾ ആ 12,000 രൂപ ഇല്ലാത്തത് കൊണ്ട് എവിടെ നിന്നോ ഒക്കെ കടവും ഇടവും ഒക്കെ വാങ്ങിച്ചിട്ട് 500 1000 കൊണ്ട് ഇത്രയും വലിയ ഒരു അസുഖത്തിന് പോയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അവര് ആ MRI ചെയ്യുന്ന ടേബിളിൽ നിന്നും എഴുന്നേറ്റ് വരുവാണ് ചെയ്തത്. അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. 6,000 രൂപയ്ക്ക് സ്പൈനലിലെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അതിന് ഡോക്ടറുടെ കൺസൾട്ടിങ് ഫീസ് വേറെയുണ്ട്.
അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള വണ്ടിക്കൂലി വേറെയുണ്ട്, പിന്നെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, അവരുടെ പട്ടിണി. അപ്പോൾ ഇവർ വിചാരിക്കണത് ഇത്രയേ ഉള്ളൂ. ഇപ്പം സാക്രത്തിൻ്റെ അകത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ട്യൂമർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതും പൊട്ടിച്ചിട്ട് വേണം അതിനകത്ത് നിന്ന് ഈ മുഴയെടുത്ത് മാറ്റാൻ. അതല്ലെങ്കിൽ അതിനകത്ത് ഇനി എന്താണെന്ന് അറിയില്ല, അതൊക്കെ ഇനി പത്തോളജിയിലേക്ക് അയക്കേണ്ടുന്ന വിഷയങ്ങളാണല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പോലും നടക്കാനുള്ള സാഹചര്യം ഏതാണ്ട് 50-50 ചാൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2.5 വയസ്സായ കുഞ്ഞ്, അച്ഛനില്ല. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്ന്. അതുകൊണ്ട് പോകുന്നിടത്തോളം പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ പെൻഡിങ്ങിൽ വെച്ചിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് കുറച്ച് വെള്ളം എടുക്കുമ്പോഴേക്ക് കൈ കുഴഞ്ഞു പോകുന്നു, വേദനയാകുന്നു. അങ്ങനെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ വേദന തോളിലേക്കും തുടർന്ന് കൈയിലേക്കും കാലിലേക്കും നട്ടലിലേക്കുമൊക്കെ വന്നതിൻ്റെ പേരിലാണ് ഒരു സർജറി നിർബന്ധമായിട്ടും വേണമെന്ന് ഡോക്ടർ പറയുന്നത്. ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാലും ഇവർ കിടന്നു പോകും. അതല്ലെങ്കിൽ ഇനി ഈ വേദന ഇങ്ങനെ സഹിച്ചൊരു പരിധി വരെ മുന്നോട്ട് പോകാം. കുഞ്ഞുങ്ങളെ കരുതിയും അവരെ പട്ടിണിക്കിടാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇവരൊരു ജോലി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, നമ്മളൊക്കെ ഇന്ന് സേഫ് സോണിൽ നിൽക്കുന്നവരായിരിക്കും ഒരു പക്ഷേ. എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ ഒരു കയറ്റവും ഇറക്കവുമുണ്ട്. അതുകൊണ്ട് അവർക്ക് വന്നാൽ അവർ നോക്കട്ടെ എന്നതിൽ കവിഞ്ഞ് നമ്മളൊക്കെ മനുഷ്യ മനസ്സാക്ഷി പണയം വയ്ക്കാത്ത ആളുകളാണ് ഏത് സാഹചര്യത്തിലും. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്നത്, ഒരു പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഒരു 1000-ഓ 500-ഓ അതല്ലെങ്കിൽ അതിൻ്റെ മേലെയോ താഴെയോ ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് എന്ന് മറക്കരുത്. കാരണം എല്ലാ മനുഷ്യൻ അങ്ങനെ പരസ്പരം സഹായിച്ചും സഹകരിച്ചും തന്നെ മുന്നോട്ട് പോയിട്ടുള്ളവരാണ്. ഞാൻ മുമ്പ് ഇതുപോലെ നിങ്ങളോടൊരു സഹായ അഭ്യർത്ഥനയുമായിട്ട് വന്നു. നിങ്ങളെല്ലാവരും കൈയഴിഞ്ഞ് സഹായിച്ചു. ആ മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഇത് പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള മനസ്സോടുകൂടി തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇത് വയ്ക്കുന്നത്. ആധാരം 3 ലക്ഷം രൂപയോളം ബാങ്കിൽ അടയ്ക്കണം. ഇവരുടെ ഈ സാഹചര്യങ്ങളും ഫിസിക്കൽ കണ്ടീഷൻ, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തതുകൊണ്ട് മാത്രം ജപ്തി തൽക്കാലം ഒഴിവായി നിൽക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു കൂര കൂടി ഇല്ലാതായാൽ ഒരു വാടക വീട്ടിൽ പോകേണ്ടുന്ന സാഹചര്യവും വാടക കൊടുക്കാനില്ല, കഞ്ഞി കുടിക്കാനില്ലാത്ത സാഹചര്യവും നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ ഈ 3 കുഞ്ഞുങ്ങളെ ഒന്ന് വളർത്തിക്കൊണ്ടുവരണം. ഇവർക്കൊരു സർജറി ആവശ്യമാണ്. ആ സർജറിക്ക് തന്നെ 3 ലക്ഷം രൂപയുടെ പുറത്ത് ചെലവുണ്ട്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 94 കോടി രൂപയൊക്കെ ഈ കേരളത്തിന് ഒരു കൊച്ചു കുഞ്ഞിന് വേണ്ടി പിരിച്ചു കൊടുത്ത സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് 63 കോടി പിരിച്ച ഒരു നാടാണ് ഈ കൊച്ചു കേരളം. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇവരുടെ വേദന വെക്കുകയാണ്. സഹോദരിയാണ് എന്ന് കണ്ട്, നമ്മളുടെ കൂടപ്പിറപ്പാണെന്ന് കണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി സഹായങ്ങൾ ചെയ്യണം. നമ്മൾ എത്രയോ പണം ആശുപത്രിയിൽ കൊടുക്കുന്നു. നമ്മൾ വസ്ത്രത്തിന് വേണ്ടി, നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി, നമ്മുടെ മക്കളുടെ ധൂർത്തിന് വേണ്ടി എത്രയോ പണം വാരിക്കോരി ചെലവാക്കുന്നവരാണ് നമ്മളൊക്കെ. നമുക്ക് കണ്ടല്ലോ, ഇതിലധികം ഒന്നും നമുക്ക് അവരെ കാണിക്കാനോ പറയേണ്ട ആവശ്യമില്ല എന്നറിയാം. കാരണം മലയാളികൾക്ക്, അതല്ലെങ്കിൽ നമ്മുടെ മാന്യ പ്രേക്ഷകർക്ക് അവരെ സഹായിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം സഹായിക്കുക. ഇതിന്റെ അക്കൗണ്ട് വിവരം നമ്മൾ ഈ വീഡിയോയുടെ പല ഭാഗങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഞാനും ജാമിദ ടീച്ചറും ഒരു ജോയിന്റ് അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ആ അക്കൗണ്ടിലേക്കാണ് ധനം അയക്കേണ്ടത്. അതിന്റെ അക്കൗണ്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഗൂഗിൾ പേ നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട്. മാക്സിമം തുക സമാഹരിച്ചിട്ട് അതൊരു വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു ഫംഗ്ഷനോടുകൂടി കൊടുക്കാനുള്ള വലിയ സന്തോഷത്തോടെ അത് ഏറ്റുവാങ്ങുന്ന അവരുടെ ആ ഒരു ചിത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. അപ്പൊ അതിലേക്ക് എല്ലാവരും സഹായിക്കുക, സഹകരിക്കുക. അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ പലയിടങ്ങളിലായി കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി ഗൂഗിൾ പേ നമ്പർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ലിമിറ്റ് വരും. അത്തരത്തിൽ ലിമിറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അയക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ശ്രമിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കാരണം ഇതൊക്കെ സേവിങ്സ് അക്കൗണ്ടിന്റെ ഇതിൽ വരുന്നത് കൊണ്ട് തന്നെ ലിമിറ്റ് കാണിക്കും, ഇത്ര രൂപ എനിക്ക് അയക്കാൻ പറ്റുക എന്നുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും ട്രൈ ചെയ്യേണ്ടതുണ്ട്. അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസിലേക്ക് അയക്കാൻ ശ്രമിക്കുക. ഗൂഗിൾ പേ മാത്രം ആശ്രയിക്കാതെ. എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ആദ്യ കമന്റിലും കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, ഈ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. മാക്സിമം സഹായിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്താ ടീച്ചർ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, നമ്മളുടെ ഒരു സഹോദരിക്ക്, നമ്മളുടെ മകൾക്ക്, നമ്മളുടെ കൂടപ്പറപ്പിന് വന്നാൽ എങ്ങനെയാണോ നമ്മൾ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നത്, അതുപോലെ പല തുള്ളി പെരുവെള്ളം എന്നതുപോലെ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് ആ പൈസ ഒരു പക്ഷേ ആ സ്ത്രീയുടെയും ആ 3 മക്കളുടെയും ജീവിതത്തിന് ഒരു നാന്ദിയാകും. വളരെ സന്തോഷം. എല്ലാവരും സഹായിക്കണം എന്ന് വിനീതമായിട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നന്ദി.